ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. അപ്പോൾ എന്നാലും കറക്റ്റ് സമയം യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുകയെന്ന് ഇപ്പം തന്നെ മനസ്സിലായി. അതായത് 5:55 നമ്മുടെ ടിക്കറ്റിൻ്റെ അകത്ത് ബോർഡിംഗ് ടൈം വെച്ചേക്കുന്നത്. ബോർഡിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ സമയമാകുള്ളൂ ഫ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. 6 മണിയായിട്ടുണ്ട്, ഇതുവരെയും ബോർഡിംഗ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഫ്ലൈ താമസിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഫ്ലൈറ്റ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് താമസിച്ച് നെക്സ്റ്റ് ഫ്ലൈറ്റ് താമസിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് മറ്റേ ഫ്ലൈറ്റ് ഓൺ ടൈം ആണെങ്കിൽ ഞാൻ കിടന്ന് ഓടി പിടിച്ച് പോകേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റേ ഫ്ലൈറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. എങ്ങാനും മിസ്സായാൽ പണിയാണ്. മിസ്സായ കഥ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഏകദേശം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് ഞാൻ നേരെ ലണ്ടൻ നേരെ മുംബൈക്കായിരുന്നു. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഫ്ലൈറ്റ് മിസ്സായി. എന്തായാലും ആ കഥ പ്രത്യേകം ഞാൻ പറയാം. അനുഭവം സംഭവിച്ചു ആദ്യം. പക്ഷേ ഇപ്പോൾ ഞാൻ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഇൻഡിഗോയുടെ ക്യാൻസലേഷൻ്റെ സംഭവത്തിലാണ്. എന്നാൽ ഈ പ്രാവശ്യം വന്നപ്പം കംപ്ലീറ്റ് ഒരു പ്രോബ്ലമാണ്. എന്നാൽ ഇനി ഇൻഡിഗോ എന്ന ഫ്ലൈറ്റിലേക്ക് ഞാനില്ല. കാരണം അത്രയും ഒരു അനുഭവം എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായതാണ് ഇപ്പോൾ പ്രസൻ്റ്ലി അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. എന്നാലും ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേന് കറക്റ്റ് ബോർഡിങ് കാര്യങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നു. അപ്പോൾ നമുക്ക് ബോർഡിങ്ങിലേക്ക് കിടക്കാം. എനിക്ക് പോകാൻ സമയമായിട്ടില്ല. എൻ്റെ സോൺ 3 ആണ്. നമുക്ക് സോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നീണ്ട ക്യൂ ആയിരിക്കും. അവിടെ എല്ലാ സോണിലെ ആൾക്കാരോട് ഒരുമിച്ച് എൻട്രി ചെയ്യാൻ ഒരുമാതിരി ബസ്സേ ആദ്യം കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഒരു രീതിയാണ് ഈ ആൾക്കാരുടെ ഒരു രീതി പോലെ. എനിവേ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സോൺ നമ്പർ 3 ആണ്. അത് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താ അപ്പോൾ എന്നാലും നമ്മൾ ഫ്ലൈറ്റ് കയറി നമ്മുടെ സീറ്റിൽ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കംപ്ലീറ്റ് സ്വാമിസാണ്. എല്ലാവരും ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ കാര്യം പറയേണ്ട കുഞ്ഞു ഫ്ലൈറ്റാണ്. ജസ്റ്റ് നമുക്ക് വരേണ്ട ആവശ്യമില്ല. ലോക്കൽ ഫ്ലൈറ്റ് എല്ലാം അങ്ങനെയായിരിക്കും. ജസ്റ്റ് 1.5 hour ട്രാവലിംഗ് ഉള്ളൂ. സോ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കറക്റ്റ് ടൈമിൽ നമ്മൾ ഹൈദരാബാദ് ചെല്ലുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. അത് കാരണം ഓടുന്ന നമ്മൾ 2 hour ഉണ്ട്.